നമസ്കാരം. വീണ്ടും ഇന്നത്തെ കേരളത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരളാവിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യുക. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. സംഘർഷങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. സമവായ ചർച്ചയ്ക്ക് സാധ്യത. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും കൂടിക്കാഴ്ച നടത്തിയേക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ സഹകരിക്കുമെന്ന് പ്രതിപക്ഷം. യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആക്രമിച്ച് ഖലിസ്ഥാൻ അനുകൂലികൾ. ഹൈക്കമ്മീഷനിലെ ഇന്ത്യൻ ദേശീയ പതാക അഴിച്ചുമാറ്റി ഖലിസ്ഥാൻ പതാക ഉയർത്താൻ ശ്രമം. അക്രമം അമൃത്പാൽ സിംഗിനെതിരായ നടപടികളിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. അമൃത്പാൽ അറസ്റ്റിലെന്ന അവകാശവാദവുമായി വാരിസ് പഞ്ചാബ് ദേ നിയമോപദേഷ്ടാവ്. ഭരണപ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചേക്കും. UK പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ച ഭരണപക്ഷം. രാഹുലിനെതിരായ ഡൽഹി പോലീസിന് അന്വേഷണം ഉന്നയിക്കാൻ കോൺഗ്രസ്. അദാനി വിഷയത്തിലും പ്രതിഷേധം ശക്തമാകും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തും. കോഴിക്കോടും വയനാടും വിവിധ പരിപാടികൾ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ജനകീയ പ്രതിരോധ യാത്രയുടെ അവലോകനം മുഖ്യ അജണ്ട. വിവാദ വിഷയങ്ങളിലും ചർച്ചയുണ്ടാകും. സ്പാനിഷ് എൽ ക്ലാസിക്കോയിൽ റയലിനെ പരാജയപ്പെടുത്തി ബാഴ്സലോണ. പരാജയം 1-2 ഗോളുകൾക്ക്. ജയത്തോടെ റയലുമായി 12 പോയിന്റ് ലീഡ് ഉയർത്തി ബാഴ്സലോണ.